അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആലുവ ദേശംകടവിലാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത് സെക്കൻഡ് എപ്പിസോഡാണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് മാത്രം ഇത് കാണുക. കാരണം 2 വീഡിയോ നിങ്ങൾക്ക് കാണേണ്ടതാണ്. ഈ വീഡിയോ മിസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടിരിക്കും ഈ വീഡിയോ. അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ദേശംകടവിൽ ഫ്രീ ആയിട്ടൊരു സ്വിമ്മിങ് പഠിപ്പിക്കേണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിഷയം നമ്മൾ കാണിച്ചിരുന്നു, അല്ലെങ്കിൽ ആ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോണത് ഇന്നിവിടെ ഈ ജനുവരി 25-ാം തീയതി ഇന്നിവിടെ ഈ 36 പേര് കുട്ടികളോട്ട്, അതായത് 8 വയസ്സുള്ള കുട്ടികളോട്ട് പുഴ നീന്തി കിടക്കാൻ പോണേന്ന്. പിന്നെ ആർക്കെങ്കിലും നീന്തൽ പഠിക്കാൻ ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ആ സാറിൻ്റെ സാറിൻ്റെ നമ്പർ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. വാ. ഇതാണ് ആ പുഴയിൽ ഇന്ന് നീന്തി പുഴയടക്കാനുള്ളവരെ തുഴച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. തുഴച്ച് നിർത്തിയേക്കണേണ്. അത് സാറ് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയേക്കണേ. അതിന് ശേഷമാണ് പുഴ നീന്തി കടത്താൻ കൊണ്ടുപോകുന്നത്. പിന്നെ അതേ ഇതുണ്ട്, ഇവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അവർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ആ കടവിൻ്റെ മേളിൽ കുറേ കാണികളെപ്പോലെ ആൾക്കാരൊക്കെ ഉള്ളത്. ഇവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളുണ്ടാവും ഇതിൽ നീന്തി കിടക്കുന്നത്. ഭയങ്കര മനോഹരമായൊരു കാഴ്ചയാണ്. ഈ നീന്തി കിടന്നു കഴിഞ്ഞതിന് ശേഷം അവർക്ക് മാലയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. അത് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ. അതിന് മുന്നോടിയായിട്ട് സാറ് എന്താണ് തുഴച്ചിൽ ചെയ്ത് നിർത്തിയേക്കണേണ്. എന്തോ 30 മിനിറ്റ് എന്തോന്ന് തോന്നുന്നത്. കറക്റ്റ് ഞാൻ പറയാം, വീഡിയോയിൽ പറയുന്നുണ്ട് സാറ്. അപ്പോൾ അതാണ് കാണുന്നത്. പിന്നെ കയാക്കായിട്ട് ആൾക്കാർ ചുറ്റുമുണ്ട്. അതുപോലെ ഈ പറഞ്ഞ വാളണ്ടിയേഴ്സ് ലീഡേഴ്സൊക്കെ അവരും ഉണ്ട് കേട്ടോ കൂടെ. കാരണം അതിൽ കുട്ടികളോട്ട് മുതിർന്നവർ വരെ ഉണ്ട്. അവർ പുഴ നീന്തി കിടക്കുമ്പോൾ മറ്റേ അപകടങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ ഇവരെല്ലാം കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. ഇത് കണ്ട, ഇവിടെ പ്രായമുള്ളവർ തൊട്ട് എല്ലാവരും ഉണ്ട്. ഇവരുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ കാണുന്നത് ഈ പുഴ നീന്തി കിടക്കണ. അപ്പോൾ ആ ദിവസം ഈ പുഴ നീന്തി കിടക്കുന്ന ദിവസം അവരുടെ ഫാമിലീസിനെ കൊണ്ടുവരാൻ സാറ് പറയാറുണ്ട്. അങ്ങനെയുള്ളവരാണ് ആ വന്ന് നിൽക്കുന്നത് മുഴുവൻ. എന്തായാലും ഇതൊന്നും നേരിട്ട് കാണേണ്ട കാഴ്ച തന്നെയാണ്. നെക്സ്റ്റ് ടൈം ഞാൻ അറിയുമ്പോൾ ആ ഡേറ്റ് ഞാൻ വേണമെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഈ ഒരു ഡേറ്റ് അറിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളെ പറ്റുമെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. നേരിട്ട് പോയി കാണാൻ പറ്റുമെന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. കുഞ്ഞുമക്കളെ അക്കരെ പോയിട്ട് നമ്മുടെ പ്രോഗ്രാം പിന്നെ അറിയാം. എല്ലാവരും 2 മണിക്കൂർ തുഴഞ്ഞേക്കുന്നല്ലേ. ഇന്ന് വെറും ഒരു 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 30 മിനിറ്റ് വെറുതെ തുഴഞ്ഞാൽ പോകണം. ഇന്ന് നീന്തലില്ല, തുഴഞ്ഞാണ് പോകുന്നത്. അപ്പുറത്ത് പോയിട്ട് നമ്മളൊരു ഇല പറിക്കും. ആ ഇല സൂക്ഷിക്കണം, അവിടെ കാണിക്കണം. എന്നാലാണ് മാസമാവും കേട്ടോ. പിള്ളേരൊക്കെ നല്ല അച്ചടക്കത്തോടെ നീന്തിയെന്ന് ഞാൻ മനസ്സിലാക്കിയായിരുന്നു ഇന്നലെ മിഞ്ഞാന്നൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ആയിരിക്കണം ഇന്ന് ഞാനും കൂടെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും വെറുതെ കളിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് ഇറങ്ങാനായോ? ഈ വർഷത്തെ 2ാമത്തെ ക്രോസിംഗ് ആണ്. ആദ്യമായിട്ട് ക്രോസ് ചെയ്യുന്നത്. വളരെ നല്ല പരിശീലനം കിട്ടിയ ആളുകളാണ്. കൊച്ചു കുട്ടികളടക്കം എല്ലാവരും വളരെ നന്നായിട്ട് നീന്തി കിടക്കും. അപ്പുറത്ത് പോയിട്ട് ഇല പറിച്ച് 2 ക്രോസിംഗ് ആണ്. നേരെ ദേശംകടവിൽ പോകും, ഇല പറിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മണപ്പുറം ദേശംകടവിലേക്ക് തിരിച്ചു നീന്തും. അത് 2 ക്രോസിംഗ് ആണ് നീന്താൻ പോകുന്നത്. 780 മീറ്റർ ഇപ്പൊ തന്നെ നീന്തി കാണിക്കും. നമുക്ക് പോകാം, എല്ലാവർക്കും പോവാം. ഒന്ന് അറേഞ്ച് ചെയ്തോ? നമ്മൾ 2 പേരല്ലേ? ഇവനുണ്ട്, അജിത്തുണ്ട്. അജിത്ത് കല്ലിന്റെ ചാട ഈ കൊച്ചുകൂടെ നോക്കിയോ, കൊച്ചുകൂടെ അല്ലേ
ഇവർ ആദ്യത്തെ കടമ്പ എന്ന് വെച്ചാൽ ഇപ്പോൾ ആലുവ മണപ്പുറം ദേശം കടവിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. നേരെ അപ്പുറത്തെ സൈഡ് ആ ദേശം കടവിൻ്റെ അങ്ങേ സൈഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഇല വരച്ചിട്ടാണ് ആ ഇല സൂക്ഷിക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ സാർ. അത് വ്യക്തമായിട്ട് നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറയണത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ അതിന് ശേഷം തിരിച്ച് ഈ ആലുവ മണപ്പുറം ദേശം കടവിൽ തന്നെ തിരിച്ചെത്തും. പക്ഷേ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോടത്തല്ല, അപ്പുറത്ത് സ്വിമ്മിങ് പഠിപ്പിക്കുന്ന ഏരിയ ഉണ്ട്, ആ സൈഡിലോട്ടല്ല. അങ്ങനെ മൊത്തം 750 മീറ്റർ ഇവർ നീന്തി കിടന്നിട്ടാണ് തിരിച്ച് കയറുന്നത്. അതൊരു കാഴ്ച കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഈ കാണികൾ നിൽക്കണില്ല ഈ കരയിൽ, മറ്റേ മാതാപിതാക്കളോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളുടെ ഒപ്പം ഡെയിലി മാതാപിതാക്കൾ വരും, ബാക്കി എല്ലാവരും ഇല്ലേ. ഇപ്പോൾ അല്ലാണ്ട് ഇത് കാണാൻ വേണ്ടി മാത്രം വന്നേക്കണവർക്ക് ചിലപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായേക്കാം. പക്ഷേ ടെൻഷൻ അവർക്കേ ഉണ്ടാവുള്ളൂ, വെള്ളത്തിൽ ഇറങ്ങിയ പിള്ളേർക്കോ പ്രായമുള്ളവർക്ക് ഉണ്ടാവില്ല. കാരണം അത് അതേപോലെ പഠിപ്പിച്ചിട്ടാണ് സാറ് ഈ ലാസ്റ്റത്തെ ഈ ഒരു പുഴ നീന്തൽ കടത്തിൽ ഇറക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഈ ഗ്യാരണ്ടി ഞാൻ തരാം. നിങ്ങൾ ആ ഒച്ചപ്പാട് കേട്ടല്ലോ അല്ലേ? അതായത് വെള്ളത്തിലും കരയിലും ഒരേപോലെ എന്താണ് ഒച്ചപ്പാടുണ്ടാക്കി അല്ലെങ്കിൽ ഓളം ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ ആ പുഴ നീന്തി കടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട ഇത്. പിന്നെ എനിക്ക് ഈ ബോട്ടിൽ കയറി വീഡിയോ എടുക്കാൻ പോകാൻ സാധിച്ചുകൊണ്ട് എനിക്ക് ഇവരിൽ ഒരാളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ കാര്യങ്ങൾ അടുത്ത് കാണാനും വ്യക്തമാക്കാനും എനിക്ക് സാധിച്ചു. ഇപ്പോൾ കരയിൽ ഇന്ന് എത്രത്തോളം എനിക്കിത് ക്ലിയർ ആവുന്നുണ്ടോടാ, കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ഇത്ര അടുത്ത് നിന്ന് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം. പിന്നെ നമുക്കൊരു ആഗ്രഹം, ഒന്ന് പുഴ നീന്തി കിടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നോക്കട്ടെ, നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ എന്തായാലും ആ ഒരു നിമിഷത്തിലേക്ക് കിടക്കുകയാണ്. ഇത് അതിൻ്റെ ഈ അപ്പുറത്തെ സൈഡ് എത്തിയിട്ടുണ്ട്. ഇനി ആ ഇല പറിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ ഭാഗത്തു നിന്നാണ്. ഇനി പുഴയുടെ ഇപ്പുറത്തെ സൈഡ് എത്രയും ഭാഗം നീന്തി അവർ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഒറ്റ നീന്തലല്ല കേട്ടോ, അവർ തുഴച്ചിലും നീന്തലും അങ്ങനെ ഇച്ചിരി സമയം എടുത്താണ് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കാണിച്ചു തരാം. അതായത് നമ്മുടെ സാറിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഇത് 2025 ഈ വർഷത്തെ രണ്ടാമത്തെ മാച്ചാണ് ഇപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 35 പേരാണ്. ചെറിയ കുട്ടികളുണ്ട്, 8 വയസ്സുകാരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരും ചേർത്ത് 35 പേരാണ് ഇപ്പോൾ അതിശയകരമായിട്ട് വൻ വിജയത്തോടെ ആലുവ പെരിയാറ് 780 മീറ്റർ നീന്തി കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ നോക്കി. കാണിച്ചേ എല്ലാം കാണിച്ചേ. കളയരുതട്ടാ. അവന്റെ പ്രതീക്ഷ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവന്റെ ഇത് മേടിക്കാൻ ഒന്നല്ല കാണിച്ചോ. അല്ല അവനെ വനശീകരണത്തിന് പിടിച്ചോണ്ട് പോവും, ഒരു മരം പറച്ചോണ്ടുണ്ട്. എന്നെ മേലത്ത് വരരുത്.
അന്ന് ആ റിവർ ക്രോസിങ്ങിൻ്റെ ഡേ ഞാൻ പോയപ്പോൾ ക്യാമറ ഇവിടെ കൈ കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ് നിങ്ങളീ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല അവരുടെ കുടുംബക്കാർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടാവും ഈ നീന്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് കരയിൽ നിന്നിട്ട് അവർ അത്രയും എന്താണ് അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി കയ്യൊക്കെ കടിച്ച് സന്തോഷം ഉണ്ടല്ലോ അവർക്ക്. കാരണം കുടുംബത്തിലൊരു അംഗം എന്തായാലും അതിലുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും നിങ്ങളെ ഞാൻ ക്യാമറയിലെടുത്തൊരു വിഷയത്തോട് ഞാൻ കാണിച്ചു തരാം. രണ്ട് ഫോട്ടോ കൂടെ കാണിച്ചു തരാം. അടുത്തൊരു ഫോട്ടോ കണ്ടോട്ടെ. അതായത് ആ കാണികളും ഒപ്പം അവരുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഈ നീന്തി കിടക്കണയിലുണ്ടാകുന്ന പറയില്ല. ഇവരെല്ലാം കൂടി എനിക്ക് ഒറ്റ ഫ്രെയിമിൽ എടുക്കാൻ സാധിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ഇതായിരുന്നു. അങ്ങനെ ആ റിവർ ക്രോസിങ്ങിന് പങ്കെടുത്ത എല്ലാവരും പിന്നെ ഒപ്പമുള്ളവരും എല്ലാവരും കൂടി നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. ഞാൻ പറഞ്ഞില്ല നീന്തൽ പഠിപ്പിക്കുന്ന ആ സ്ഥലത്ത് വന്നിട്ടാണ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മനോഹര കാഴ്ചയാണ്. അതായത് അവർ 750 മീറ്റർ ആദ്യമായിട്ട് അപ്പോഴേ നീന്തി കിടന്ന് വരുന്ന ആ ഒരു കാഴ്ചയാണ്. ഇത്ര നേരം ഉണ്ടായിരുന്ന ഓളമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പം ഇനി അവിടെ കയറി ചെല്ലുമ്പോഴുള്ള അവസ്ഥ ഒന്നും നിങ്ങൾ കാണേണ്ടതല്ല, കാണേണ്ടത് തന്നെയാണ് ഉറപ്പായിട്ടും. അത് പൂക്കളൊക്കെ ഇട്ടാണ് സ്വീകരിക്കുന്നത്. അതൊക്കെ കാണിച്ചു തരാം. അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. അവരുടെ ഫാമിലീസ് മെമ്പേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഹസ്ബൻഡിന് വൈഫ് ഇട്ട് കൊടുക്കണം, വൈഫിന് ഹസ്ബൻഡ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മകൻ അപ്പന് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അപ്പം മകൻ ഇട്ട് കൊടുക്കണം, പൂമാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അയ്യോ അതൊരു കാണേണ്ട കാഴ്ച. അതുപോലെ സ്നേഹ ചുംബനം കൊടുക്കണം, അതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. അത് പുറകെ വരുന്നുണ്ട്. എൻ്റെ സൗണ്ട് ഇത്തിരി പ്രശ്നമുണ്ട് കേട്ടോ, പാടില്ല എമൗണ്ടാണ്. എന്തായാലും ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു കാഴ്ച കണ്ടിട്ട് പോവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മനോഹര കാഴ്ച. എല്ലാവരും പൂമാലയിട്ടാണ് കയറ്റുന്നത് വെള്ളത്തിൽ നിന്ന്. അത് അവരുടെ കുടുംബാംഗങ്ങളാണ്. കൊച്ചുമക്കൾ അല്ലെങ്കിൽ അമ്മാമ്മമാരൊക്കെ കൊച്ചുമക്കളെ മാലയിട്ട് ഇത് കണ്ടില്ലേ. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു എൻ്റെ പൊന്നോ. അത് നേരിട്ടൊന്ന് കാണേണ്ട തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കളയാണ്ട് നിങ്ങളിലേക്ക് ഒന്ന് ട്രിം ചെയ്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചത് തന്നെ. കാരണം അതാണ്. അതുപോലെ സ്നേഹ ചുംബനമൊക്കെ കൊടുത്ത് കയറ്റി വിടുന്നത് അയ്യോ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. നിങ്ങളൊന്ന് കാണേണ്ട തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയിട്ടാ. ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ആലുവപ്പുഴയിൽ സ്വിമ്മിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ സജി സാറിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും ഇത് എന്താണ്. ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണമെന്ന് ഒന്നുകൂടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് സാറിന് മാലയിട്ട് സ്വീകരിക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ മുന്നത്തെ വീഡിയോ ഞാൻ കാണണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല. അതായത് സാർ എങ്ങനെയാണ് ആ സ്വിമ്മിങ് പഠിപ്പിക്കണം ആ ഒരു സ്റ്റൈലൊക്കെ നമ്മളതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആലുവപ്പുഴ എന്നുള്ളൊരു പേടി മാറും. നേരെ മറിച്ച് അവിടെ ഇങ്ങനെയാണ് പഠിപ്പിക്കണമെങ്കിൽ നമുക്കും പോയി പഠിക്കാമല്ലോ, ഈസി ആണല്ലോ എന്നുള്ളൊരു സാധനമേ നിങ്ങൾക്ക് വരുള്ളൂ. ആ പേടി മാറി. അപ്പോൾ അതും കൂടി ഒന്ന് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് കണ്ടല്ലോ അല്ലേ. അതുപോലെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എടുത്തപ്പോൾ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഇത്രയും കൊല്ലത്തിൻ്റെ ഇടയിൽ അതായത് 16ാമത്തെ കൊല്ലമാണ് സാറിൻ്റെ ഈ നവംബർ തൊട്ട് മെയ് വരെയുള്ള ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2025 അപ്പോൾ ഞാൻ ചോദിച്ചത് സാറിനോട് ചോദിച്ചാൽ എത്ര പിള്ളേരെ ഇതുവരെ പഠിപ്പിച്ച് വിട്ടു എന്ന് ചോദിച്ചപ്പോൾ 12,000-ൻ്റെ മേളിലെ ആൾക്കാർ ഇപ്പോൾ സാറ് നിലവിൽ പഠിപ്പിച്ച് വിട്ടു. പിന്നെ 2,500 പേരെ പുഴ നീന്തിക്കടത്തി. അതായത് 750 മീറ്റർ നീന്തിക്കടത്തി. അതിനകത്ത് 10 ഭിന്നശേഷിക്കാരും ഉൾപ്പെടും കേട്ടോ. അത് നമുക്കൊരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അതായത് അവർക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സാധിക്കണില്ല എന്നുള്ളൊരു ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ പേടിയും അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണില്ല എന്ന് തന്നെ വേണം ചിന്തിക്കാൻ. അപ്പോൾ ഈ പേടിയും പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാണ്
തയ്യാറാണോ നിങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നിങ്ങളൊന്ന് നേരിട്ട് കാണുക. പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോയുടെ എൻഡിൽ. പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ഒരു മെയിൻ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരാൾ വെള്ളത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡെമോ ഒക്കെ അവർ കാണിച്ചിരുന്നു. അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് വിടുന്നത്, കാരണം അത് ഇത്തിരി ലെങ്ത് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് കൂടിപ്പോകും വീഡിയോയുടെ. അപ്പോൾ അത് പുറകെ വരുന്നുണ്ട്, അതും കൂടി നിങ്ങൾ അടുത്ത തവണ നമ്മുടെ ചാനലിൽ തന്നെ വരുന്നുണ്ട്, അതുകൊണ്ട് കാണണമെന്ന് പറയുന്നത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ. അത് മസ്റ്റായിട്ട് കാണേണ്ടവർ ആരൊക്കെയാണെന്ന് അറിയാമോ? എല്ലാവരും കാണണം. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നീന്തൽ അറിയാവുന്നവരും പഠിക്കാൻ പോണവരും അറിയാത്തവരും കാണേണ്ട ഒന്നാണ് ആ വീഡിയോ. അതെന്തായാലും ഇതിന് പുറകെ വരുന്നുണ്ട്, ഇതിന് ശേഷം അത് വിടുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. അവർ സ്റ്റേജിൽ കയറി നമ്മളെ കാത്തിരിക്കുകയാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എറണാകുളം സ്കൂബ ടീമും സിവിൽ ഡിഫൻസ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജല സുരക്ഷാ അവബോധ സൈക്ലത്തോൺ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജലാശയങ്ങളാൽ സമ്പർക്കമാണ് നമ്മുടെ കേരളം. നൂറുകണക്കിന് ആളുകളാണ് നമ്മുടെ നാട്ടിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും ജലാശയങ്ങൾ കാണുന്നതിനുമായി നിത്യമെന്നോണം എത്തിച്ചേർന്നത്. എന്നാൽ ശ്രീ സജി വാളാശ്ശേരി അവർക്കുള്ള ആദരം ഇവിടെ നൽകുന്നു. നീണ്ട 16 വർഷക്കാലമായി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 1000-ലധികം ആൾക്കാരെ നീന്തൽ പരിശീലനം നടത്തിയ സജി വാളാശ്ശേരി അവർകളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പെരിയാറിൽ മണപ്പുറം ദേശം കാവിൽ ഇതുവരെ 11,900 പേരെ നീന്തൽ പഠിപ്പിച്ചു. 2,500 പേരെ പെരിയാർ റിവർ ക്രോസ് ചെയ്യിച്ചു. ഇതിൽ 10 ഭിന്നശേഷിക്കാർ ഉൾപ്പെടുന്നു. ദിവസവും 1000 പേരെ നീന്തൽ പരിശീലിപ്പിക്കുന്നു. ഈ വർഷം 500 പേർ നീന്തൽ പഠിച്ചു കഴിഞ്ഞു. തന്റെ ജീവിതം നീന്തൽ പരിശീലനം നൽകുന്നതിനായി സമർപ്പിച്ച ശ്രീ സജി വാളാശ്ശേരിക്ക് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സേനയുടെ സ്നേഹാദരവ് നൽകുന്നു. നമ്മളിന്ന് ജലസുരക്ഷ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെയും അതുപോലെ സിവിൽ ഡിഫൻസിൻ്റെയും ആഭിമുഖ്യത്തിൽ ഒരു സൈക്കിൾ തോൺ നടത്തി അതിൻ്റെ സമാപന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ ഫയർ ഓഫീസർ ശ്രീ ഹരികുമാർ സാറാണ്. മുഴുവൻ ആളുകളെയും ഞാൻ സ്നേഹപൂർവ്വം അഗ്നിരക്ഷാ സേനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ അഗ്നിരക്ഷാ സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസിലെ ചുണക്കുട്ടന്മാരായ വോളണ്ടിയേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ സ്റ്റേഷനുകളിലുള്ള ആളുകൾ അവരും എന്നും രക്ഷാപ്രവർത്തന രംഗത്ത് അഗ്നിരക്ഷാ സേനയുടെ ഭാഗമാണ്. 100 മടങ്ങ് തന്നെ ചെയ്ത സജി വളാശ്ശേരിയുടെ ഈ പ്രവർത്തനം നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന പോലെ ബാഹുബലി സിനിമയില് ഞങ്ങളൊക്കെ കട്ടപ്പമാരും അദ്ദേഹം ഒരു ബാഹുബലിയായിട്ടാണ് ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്നത്. ആ കയ്യടിയും ഒക്കെ കാണുമ്പോൾ തന്നെ എനിക്കും തോന്നി ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിലൂടെ ജീവിതം ഒഴിഞ്ഞു വെക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുകയും സൂപ്പർവൈസൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. സജിയെ പോലുള്ള ആൾക്കാരെ നിങ്ങളെല്ലാം ഓരോ സജി വളാശ്ശേരിമാരാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ബോട്ട് തന്നെ വള്ളം തന്നെ സജി വളാശ്ശേരിയിൽ നിന്നാണ് എഴുതിയേക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സമ്പാദിച്ച തുക എല്ലാം ഇതിനു വേണ്ടി ഈ പ്രവർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചുകൊണ്ടും രാവിലെ മുതൽ എനിക്ക് മിഡ് ഡേ തന്നെ ഒരു ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഈ പെരിയാറിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു നേർക്കാഴ്ചയാണ് കണ്ടത്, നേർക്കാഴ്ച. അപ്പം വാക്കുകൾക്ക് അതീതനാണ് അദ്ദേഹം. ഞാൻ നേരത്തെ ഉള്ള ഫീലിങ്സ് ഞാൻ പറയുന്നത്. അപ്പം വാക്കുകൾക്ക് അതീതനായ സജിയെ പോലെയുള്ള ഒരാളുടെ കൂടെ ഈ ഫയർ സർവീസിന്റെ ഈ പ്രവർത്തനം നടത്തുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. എനിക്കൊരു അഭ്യർത്ഥന കൂടിയുണ്ട് സജിയോട്. സജിയുടെ ഈ ശിഷ്യന്മാരെ സിവിൽ ഡിഫൻസിന്റെ അംഗമാക്കി ഈ നിൽക്കുന്ന സിവിൽ ഡിഫൻസ് പോലെ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ് സിവിൽ ഡിഫൻസിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് എല്ലാ ശിഷ്യന്മാരും നീന്തലറിയാവുന്ന റെസ്ക്യൂ പ്രവർത്തനം ചെയ്യുന്ന മിടുക്കരായ എല്ലാവരെയും സിവിൽ ഡിഫൻസിലേക്ക് ജോയിൻ ചെയ്യിച്ചുകൊണ്ട് ആ കർത്തവ്യം കൂടി സജി വളാശ്ശേരി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് കൂടുതൽ ധരിപ്പിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ സൈക്ലോത്തോൺ എന്ന് പറയുന്നത് ഫയർ സർവീസിലെയും സിവിൽ ഡിഫൻസിന്റെയും സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കൂട്ടമാണ്. ആ കൂട്ടം ഗാന്ധിനഗർ സ്റ്റേഷനിൽ നിന്നും ഒരു 25-30 കിലോമീറ്റർ ഇങ്ങെത്തി അവര് സൈക്കിൾ അപബോധനത്തിന്റെ പ്ലക്കാർഡുമായിട്ടാണ് വന്നത്. പക്ഷേ ആ വരുന്ന വഴിയിലൊന്നും തന്നെ നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ചങ്ങമ്പുഴ പാർക്കിൽ ഒരു പ്രവർത്തനം നടത്തി. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇത്രയും ഒരു വലിയ ഒരു ജനസാരം ഇവിടെ ഉള്ളത് വളരെ നല്ല കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അപബോധനത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട മനുഷ്യനായിട്ടുള്ള ശ്രീ സജി വളാശ്ശേരിയെ ആദരിക്കുക. പിന്നീട് മൂവാറ്റുപുഴയിൽ ഒരു പെൺകുട്ടി പാലത്തിൽ നിർത്തി ചാടി ജീവത്യാഗം ചെയ്തപ്പോൾ ആ സ്പോട്ടിൽ കണ്ടുകൊണ്ടിരുന്ന സിവിൽ ഡിഫൻസ് 2 സിവിൽ ഡിഫൻസും അല്ലാതൊരു സാധാരണ ഒരു വ്യക്തിയും കൂടെ പുഴയിൽ നിന്ന് എടുത്ത് ചാടി ഏകദേശം 35 അടിയോളം പൊക്കത്തു നിന്ന് എടുത്ത് ചാടി ചെന്ന പെൺകുട്ടിയെ രക്ഷിച്ച ഒരു 3 ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിൽ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. അവരെയും അമൽരാജാണ് വന്നിട്ടുള്ളത്, അല്ലേ? അമൽരാജാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നീടുള്ളത് നമ്മുടെ ഫയർ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത അദ്ദേഹമാണ് റോയിയുടെ പ്രവർത്തനം തന്നെ ഇതുപോലെ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പെരിയാറ് പോലെയുള്ള നദീതടങ്ങൾ ലഭ്യമാക്കാതിരുന്ന സമയത്ത് തന്റെ സ്റ്റേഷന്റെ ഒരു ഗ്യാരേജ് തന്നെ KSFE ചിട്ടിയിൽ പൈസ അടച്ച് ആ ചിട്ടി പിടിച്ചിട്ട് ഒരു നീന്തൽക്കുളം സ്ഥാപിച്ച ആളാണ് ശ്രീ റോയ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതുപോലെ ഇത്തരം ആൾക്കാരെ ആദരിക്കുന്നതും ഈ കുട്ടികളൊക്കെ ഇത് കണ്ടുവളരുന്നതും നമ്മുടെ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിൽ സജി വളാശ്ശേരി പോലെയുള്ളവർ ഉയർന്നു വരുന്നതിനും ഒരു കാരണമാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ ആസ്ഥാനത്ത് തന്നെ വന്ന് നമ്മളെ ആദരിക്കാന്നുള്ള നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ഇതുവഴി ഇങ്ങനെ കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ നീന്തൽ പഠിക്കാൻ ഒരു ആഹ്വാനമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് സീനിയേഴ്സ് എല്ലാവരും ഒന്ന് കയറി വന്നത്. സീനിയേഴ്സ് എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ യൂണിഫോം ഇട്ടവരൊക്കെ എല്ലാവരും കയറി വന്ന്. സിവിൽ ഡിഫൻസിൽ നമ്മുടെ ശ്രീജിത്ത് വന്നിട്ടില്ല, ഇതിനകത്തുണ്ടോ? ശ്രീജിത്ത് ഇവിടെ ഉണ്ടോ? ഇവിടെ തന്നെ ഇന്ന് പുഴ നീന്തി കടന്ന ആളാണ് സിവിൽ ഡിഫൻസ്. ഇന്ന് തന്നെ പുഴ നീന്തി കടന്ന ആളാണ്. ഇവിടുന്ന് ഒത്തിരി ആളുകളെ വിട്ടുതരാൻ സാധിക്കും സാറേ. ഒത്തിരി ആളുകളെ നല്ല രീതിയിൽ നീന്തൽ പഠിപ്പിച്ച്. അപ്പൊ ഈ ഒരു ആഹ്വാനം ഇങ്ങനെ കേരളത്തിലെങ്കിലും ഒരാൾ പോലും മുങ്ങി മരിക്കാതിരിക്കാൻ എല്ലാ ജില്ലകളിലും ഇതുപോലെ പ്രവർത്തനം കൊണ്ടുവരാൻ
അപ്പൊ എനിക്ക് വളരെ ഒരു ആഗ്രഹമുണ്ട്, എല്ലാ ജില്ലയിലും പോയി എനിക്ക് നീന്തൽ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ ജില്ലയിൽ നിന്നുള്ള ഒരു 10-30 പേരെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കുറച്ച് സമയം കൊണ്ട് വളരെ പെട്ടെന്ന് നീന്തൽ പഠിപ്പിച്ച് വിടാം എന്നുള്ളത് ഞാൻ തെളിയിച്ച് അവരെ കാണിച്ചു കൊടുക്കാം, അവരെ പഠിപ്പിച്ചു വിടാം. അങ്ങനെ നമുക്ക് കേരളം മുഴുവൻ ഇത് വ്യാപിപ്പിക്കാം. അപ്പൊ കേരളത്തിലെ ഒരു കുട്ടി പോലും മുങ്ങി മരിക്കില്ല, ഒരു മുതിർന്നവരും മുങ്ങി മരിക്കില്ല. അതാണ് എൻ്റെ ലക്ഷ്യം. അതിന് അനിൽ ഈ കുട്ടിയുണ്ടോ, ഈ കുട്ടി ഇതുപോലെ 17 കുട്ടികളുണ്ട്. കൈയും കാലും ഇങ്ങനെ പുറയിലേക്ക് കൂട്ടി കെട്ടി ആലുവ പെരിയാറ് 780 നീന്തി കടന്നാണ് ഈ കുട്ടി, 780 മീറ്റർ. അപ്പൊ അനില് 2 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, കൊച്ചിനെ കൊണ്ട് വരും. അപ്പൊ ഇത് ചാലക്കുടി ഫയർഫോഴ്സിലാണ് ജോലി ചെയ്യുന്ന ആള്. അപ്പൊ ഇത് നമുക്ക് പ്രചരിപ്പിക്കണം. എല്ലാ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് കൊച്ചുങ്ങൾക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അപ്പൊ അതൊരു ശപഥം ചെയ്യണം, അച്ഛനമ്മമാരും കൂടി ചേർന്ന്. അവർ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കൂടെ അച്ഛനും അമ്മയും ചേർന്ന് നിന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇത്രയും ചലഞ്ചുകൾ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ കൈയില്ലാത്ത ആസീമ് നീന്തി കടന്നു, അതെല്ലാവരും നിങ്ങൾ കണ്ടതാണ്. 2 കൈയില, 1 കാലിന് 8 ഇഞ്ച് നീളം കുറവ്. പിന്നെ അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷ് നീന്തി. പിന്നെ എന്തുകൊണ്ട് നമുക്ക് നീന്താൻ പാടില്ല, കൈയും കാലും ഉള്ളവർക്ക്? ഈ ആഹ്വാനം മറ്റുള്ളവരിലേക്ക് ചെല്ലണം. ഇത് അച്ഛനും അമ്മയും ഏറ്റെടുക്കണം. അച്ഛനും അമ്മയും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും നിറഞ്ഞ കൈയടി കൊടുക്കുക അദ്ദേഹത്തിന്. എല്ലാവരുമായിട്ട് ആദരിക്കുന്നു. VG Roy, retired station officer. Sri VG Roy, retired station officer, North Paravur. അടുത്തതായി അമൽ രാജു, സിവിൽ ഡിഫൻസ് വോളണ്ടിയർ, 25/11/2024 മൂവാറ്റുപുഴയ്ക്ക് കുറുകെ പിറവം ഭാഗത്തു നിന്നും ചാടിയ ദേവപ്രിയ എന്ന പെൺകുട്ടിയെ പുഴയിലേക്ക് ചാടിയ സാഹസികമായ രക്ഷാപ്രവർത്തനം നടത്തിയ ശ്രീ അമൽ രാജുവിന് ആദരവ് നൽകുന്നു. അടുത്തതായി ജലരക്ഷാപ്രതിജ്ഞ ഏറ്റുപറയുന്നതിനായിട്ട് ഡെൽവിൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്രതിജ്ഞ ഏറ്റുചൊല്ലുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഈ പ്രതിജ്ഞ ഏറ്റുപറയുക. ഓരോ ജലാശയങ്ങളുടെയും സ്വഭാവം വ്യത്യസ്തമാണെന്നും ജലാശയങ്ങളിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ജലത്തിൽ ഇറങ്ങുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ ജാഗ്രത പാലിക്കും. ജലാശയ അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കുവാനും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട സുരക്ഷാ അവബോധം പൊതുജനങ്ങളിൽ എത്തിക്കുവാനും ഞാൻ സദാ സന്നദ്ധനായിരിക്കുമെന്നും ഇത് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കേരളത്തിൽ തന്നെ നമുക്കറിയാം ഏറ്റവും നീളം കൂടിയ നദിയാണ്. മോള് പറഞ്ഞ് ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. എത്ര കിലോമീറ്റർ അറിയാമോ? അറിയില്ല. വെരി ഗുഡ്. ഏകദേശം അടുത്തിട്ടുണ്ട് 244 മീറ്ററാണ്. വെരി ഗുഡ്. അതായത് കേരളത്തിലെ 44 നദികളുണ്ട് അല്ലേ? അതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പഠിക്കാനായിട്ട്. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അതിലപ്പുറം അതിനേക്കാൾ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് സജി വാളാശ്ശേരി എന്ന ആ ഒരു വ്യക്തിയെ നമുക്ക് ലഭിച്ചത് അല്ലേ? അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക. പിന്നെ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ദേശം കടയിൽ ഇപ്പോഴും സ്വിമ്മിങ് പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ സാറിൻ്റെ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുഴയൊക്കെ നിങ്ങൾക്ക് കിടക്കണ്ടേ? വാ.